ഒരു ദിവസം 3 സമയങ്ങൾ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം. നോമ്പിൽ പ്രത്യേകിച്ച് ഒന്നാമത്തെ സമയം ഫജ്റിന് ശേഷമുള്ള സമയം. നിങ്ങൾ ആ കലണ്ടറിലേക്ക് നോക്കിയാൽ ഇതിലെ ഡിജിറ്റൽ ക്ലോക്ക് അതിൽ എഴുതി തുലൂ എന്ന് പറഞ്ഞ സാധനം അല്ലേ, ഉദയം. എനിക്കറിയില്ല ഏത് ഭാഷയിലാണ് എഴുതി. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസ്. ആ പദം തന്നെ റബ്ബ് പറഞ്ഞു. നിങ്ങൾ അവിടെ എഴുതി വെച്ചാൽ എന്താ ചെയ്യണ്ടേ? തുലൂഇ ശംസ് എന്ന് പറഞ്ഞ സാധനം അത് ഫജ്റിന്റെ സുബ്ഹിയുടെ ശേഷമാണ്. തുലൂഇ ശംസ് സൂര്യൻ ഉദിക്കുന്ന സമയമാണ്. ആ സമയം വരെ നിങ്ങൾ അള്ളാഹുവിന് തസ്ബീഹ് നടത്തണം, ഹംദ് നടത്തണം. അള്ളാഹുവിന്റെ കൽപ്പന ഭയങ്കര പ്രധാനപ്പെട്ട സമയമാണ്. മനസ്സിലായി? ഇപ്പൊ സുബ്ഹി നിസ്കരിച്ചിട്ട് അതിൽ കാണുന്ന ഒരു സമയമുണ്ട്, 6:28 ആയിരിക്കും ഇപ്പത്തെ സമയം തോന്നി. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് വരെ സാധനമാരെ നമുക്കൊരു അവസരമാണ്. ഞാൻ എല്ലാ ദിവസവും നിങ്ങൾ ഇത് ചെയ്യണം എന്നല്ല പറയില്ല, നല്ല ഇഷ്ടമുള്ള ദിവസം തസ്ബീഹ് ചൊല്ലി, ദിക്ർ ചൊല്ലി, ദുആ ചൊല്ലി ഒരു 2 റക്അത്ത് ദുഹാ നിസ്കരിച്ച് പിരിഞ്ഞു പോയാൽ ഒരു ഹജ്ജും ഉംറയും ചെയ്യാൻ പ്രതിഫലം കിട്ടും. ആ സമയം ശരിക്കും ശ്രദ്ധിക്കണം. രണ്ടാമത്തെ സമയം അതും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട സമയം ഖുറൂബിന്റെ സമയമുണ്ട്. മഗ്രിബ് എന്ന് എഴുതിയൊരു സമയമല്ല അവിടെ. അത് മഗ്രിബും ഖുറൂബും ഒരു പദമാണ്. അസ്തമയം എന്നാണ്. പ്രത്യേകിച്ച് റമളാനിലെ ഖുറൂബിന്റെ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പഠിപ്പിച്ചല്ലോ, ലിസ്സായിമി ഫർഹത്താൻ, നോമ്പുകാരന് 2 സന്തോഷം. നമ്മൾ സന്തോഷം തേടി നടക്കുക, റസൂലുള്ളാഹി പറയാറുണ്ട്. ഒന്ന് ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, ഫിത്റിന്റെ സമയത്തുള്ള നോമ്പ് തുറക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷം. എന്താ ആ സന്തോഷം? നമ്മൾ നോമ്പ് തുറന്നാൽ പറയും ഇബാദത്തുകളൊക്കെ ഇസ്ലാമിൽ സന്തോഷമാണ്, അനുഭൂതിയാണ്. അതുകൊണ്ടാണ് നോമ്പ് തുറന്ന എന്താ നമ്മൾ പറയാറ്? നമ്മൾ പറയല് ദിക്ർ പറഞ്ഞു അല്ലല്ലോ, ദിക്റുണ്ട് അല്ലേ പറയലേ? എന്താ ദാഹം പോയി, എന്റെ നാടി ഞരമ്പുകളൊക്കെ നനഞ്ഞു. പ്രസ്താവനയാണ്, പ്രാർത്ഥന. അല്ലാഹ് ഉദ്ദേശിച്ചാൽ എന്റെ കൂലിയും ഉറച്ചു. ഇതിലെന്ത് എന്ത് പ്രാർത്ഥന, എന്താ സംഗതി അറിയാം? നോക്കൂ, എന്റെ അനുഭവം അള്ളാഹുവിന്റെ മുമ്പിൽ തുറന്നു വെക്കലാണ് ഇബാദത്ത്. അനുഭവിക്കാത്ത ഇബാദത്തുകൾ ഇബാദത്തല്ല. അനുഭവിക്കണം, ഞാൻ എന്റെ ആത്മാവ് അനുഭവിക്കണം, എന്റെ ഹൃദയം അനുഭവിക്കണം. അത് അനുഭവിച്ചു എപ്പോ 10-12 മണിക്കൂർ വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ ഇരുന്നു കുടിച്ചപ്പോണ്ടായ ഒരു ആനന്ദം റബ്ബിനോട് പറഞ്ഞതാ. നിങ്ങൾ ആലോചിക്കാൻ എന്ത് രസമാണ്. എന്നിട്ട് സഹോദരന്മാരെ, ആ സമയത്ത് കൈ ഉയർത്തിയാൽ നമ്മളെ പലരും സമ്മതിക്കൂല. ഒരു പ്രാർത്ഥനാ സമയത്ത് അതാണ് രണ്ടാമത്തെ സമയം. മൂന്നാമത്തെ സമയം സുഹൂറിന്റെ സമയം. സുഹൂർ എല്ലാവർക്കും അറിയാലോ, സുഹൂർ അത്താഴത്തിനാണ് സുഹൂർ, അത്താഴത്തിന്റെ സമയം. ആ സമയത്തിന് ഒരുപാട് പ്രത്യേകത. നമ്മൾ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു സമയമാണ്. കഴിക്കാം, ഹലാലായതൊക്കെ കഴിക്കാം, ഒരു വിരോധവും. പക്ഷേ ഒരു കാര്യം മറന്നു പോകുന്നു. സുഹൂർ നമുക്ക് നിശ്ചയിച്ചത് ബർക്കത്ത് എന്നാണ് ഇതിന് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദം ഇന്ന ഫിസ് സുഹൂരി ബറക. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിയിലെ ആകാശത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് ചോദിക്കുകയാണ്. അത് കേൾക്കാൻ നമ്മുടെ കേൾവിക്ക് കഴിവില്ല, അതാണ് പ്രശ്നം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് റസൂൽ പറഞ്ഞത് നമ്മൾ കേൾക്കണം, അതിലാകണം. ആ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ കേൾക്കണം, ഒരു ചോദ്യം കേൾക്കണം. ഹൽ മിൻ സായിലിൻ, ചോദിക്കുന്നവരുണ്ടോ? ചെയ്തു പോയ തെറ്റുകൾ പുറത്തു തരണേ എന്ന് പറയുന്നവരുണ്ടോ? ഞാനിതാ റെഡി.
വബിൽഅസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. ഒരു 2 റക്അത്ത് നിസ്കരിച്ച് ആ നമസ്കാരത്തിൽ സുജൂദിൽ കിടന്നിട്ട്, സുജൂദ് എന്ന് പറഞ്ഞാൽ സുജൂദ് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലുള്ള ഒരു പരിപാടിയല്ല. സുജൂദ് എന്ന് പറഞ്ഞാൽ എന്റെ റബ്ബുമായി ഞാൻ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയത്തിന്റെ പേരാണ് ഇത് സുജൂദ്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ സുജൂദ് കിടന്നിട്ട് ചോദിച്ചോ. ആരോടാ ചോദിക്കണേ? ഒരിക്കലും വല്ലാത്ത ഖജാനയുടെ ഉടമയായ റബ്ബിന്. എങ്ങനെ ചോദിക്കേണ്ടത്? എങ്ങനെയും ചോദിച്ചു. അവിടെ കിടന്നാ മതിയാവും, ചോദിക്കേണ്ട. കാരണം റബ്ബിനറിയാം എന്റെ അകത്ത് എന്താ ഉള്ളത്. പക്ഷെ കിടക്കുമ്പോ, ആ സുജൂദ് കിടക്കുമ്പോ നമ്മുടെ ഉള്ളിൽ റബ്ബിനാകട്ടെ. അപ്പൊ ഇങ്ങനെ വേറെ കയറി വരും. ചോദിക്കാൻ ഭാഷയുണ്ടോ? ഇല്ല. ഭാഷ എന്ന് പറഞ്ഞ സാധനം പ്രാർത്ഥനയ്ക്കില്ല. അതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് നെടുവീർപ്പ്. നമ്മളൊരാൾ ഉപദ്രവിച്ചാൽ റസൂലുള്ളാഹി പറഞ്ഞ ഏറ്റവും കടുപ്പുള്ള പ്രാർത്ഥന അതാണ്. ഭാഷ നിങ്ങൾക്ക് അറിയണ ഭാഷ ഏതാണോ അതിന് ചോദിച്ചോ. സുജൂദല്ലേ? അല്ലാഹു തആലക്ക് എല്ലാ ഭാഷയും അറിയാം. എല്ലാ ഭാഷയും സൃഷ്ടിച്ചത് ആരാണ്? അല്ലാഹുവാണ്. നമ്മളാരും അല്ല. നമ്മളൊന്ന് ആലോചിച്ചു. ഇങ്ങനെ ഒരു ദിവസം ഒന്ന് മാറി നോക്കി, ഒരു റമദാൻ ഈ 3 സമയം ഒന്ന് ശ്രദ്ധിച്ച് മാറി നോക്കി.